സെക്കൻഡ് ഹാഫ് പിന്നെ ഒരു റോളർ കോസ്റ്റർ പോലെ ചിരിച്ച് ചാവും. കോമഡി ചിരിക്കാനുണ്ട്. ഒരു കുറച്ച് ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ചിരിക്കാനുണ്ട്. ഒരു തട്ടിക്കൂട്ട് പടം. ബേസിൽ ജോസഫ് ആൻഡ് ഗ്രേസ് ആന്റണി കോമഡി ട്രാക്കിലെത്തുന്ന ജിത്തു ജോസഫ് ചിത്രം നുണക്കുഴി കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടാകുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഇന്നിറങ്ങുന്നത് നിങ്ങൾ കാണാൻ പോകുന്ന സിനിമ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. നേരെ നുണക്കുഴി റിവ്യൂലേക്ക്. കൊള്ളാം കിടലം. ഇവിടെ ഒരു കോമഡി ഫസ്റ്റ് ഹാഫ് കുറച്ച് നമ്മൾ പിടിച്ചിരുത്തേണ്ടി വരും. സെക്കൻഡ് ഹാഫ് പിന്നെ ഒരു റോളർ കോസ്റ്റർ പോലെ ചിരിച്ച് ചാവും. എല്ലാവരുടെ പെർഫോമൻസ് കളിലാണ്. സിദ്ദിഖിന്റെ, ബൈജുവിന്റെ ലൈക്ക് ഇൻട്രോ കഴിഞ്ഞിട്ട് ട്രാക്ക് മാറ്റിയപ്പോൾ എങ്ങനെയുണ്ട്? ലൈക്ക് മൈ ബോസ് ലെവൽ എത്തിയില്ലെങ്കിലും പക്ഷെ ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ് പടമാണ്. ലൈക്ക് സെക്കൻഡ് ഹാഫ് എന്റെ മോനെ ഫുൾ കോമഡി ട്രാക്കാണ്. ഇമോഷണലോ സീരിയസോ ഒന്നും ആയിട്ടില്ല. ഫുൾ ഒരു കോമഡി ട്രാക്കിലാണ് പടം. ഇൻട്രോ കഴിഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ്. അതാണ് പടത്തിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. കൊള്ളാം. നല്ലൊരു സ്റ്റോറി. ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. ആ സിമ്പിൾ സ്റ്റോറി ഒരു ആദ്യത്തെ 5 മിനിറ്റ് സ്റ്റോറി പറയും. ബാക്കി ക്ലൈമാക്സ് വരെ അതൊരു ബിൽഡ് ചെയ്ത് ഒരു കോമഡി ട്രാക്ക് ലെവൽ കീപ്പ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. ആദ്യമൊക്കെ ബോറടി ആയിട്ട് തോന്നിയെങ്കിൽ ലാസ്റ്റ് എത്തിയപ്പോഴും സൂപ്പറായിരുന്നു. ചിരിക്കാനൊക്കെ നല്ല അതെ, സൂപ്പറായിരുന്നു. കഥയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഫാമിലിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ഇഷ്ടപ്പെടും? കോമഡി പടമാണ്, അതുപോലെ ഒരു ത്രില്ലർ എലമെന്റ്സും ഉണ്ട്. ആ ഒരു ത്രില്ലിലൂടെ കൊണ്ടുപോകുന്ന ഒരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് കാണാൻ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. നല്ല മിക്കവാറും ഉണ്ടാവും. അങ്ങനെയാണ് ആ ഫിലിം എൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് പാരലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നത്, അത് പിന്നെ ഒരുമിച്ച് വരുന്ന ആ ഒരു മോഡലാണ് കഥ പറഞ്ഞു പോകുന്നത്. ട്രാക്ക് മാറ്റിയപ്പോൾ എങ്ങനെയുണ്ട്? പണ്ടത്തെ ഒരു കോമഡി ട്രാക്കിലേക്ക് പുള്ളി പോകാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് തമാശകൾ ചിലയിടത്ത് വർക്കായി, ചിലയിടത്ത് ഒരു നുറുങ്ങുകൾ അങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൊട്ടിച്ചിരിക്കുന്ന ആ ഒരു ചിലയിടത്തൊക്കെ ആ ഒരു സ്പാർക്ക് വരും. പിന്നെ ഓരോരുത്തരുടെ ഒരു ഇതുപോലെയാണ്. പഴയ മൈ ബോസ് പോലെയൊക്കെയുള്ള ഒരു കോമഡി ടച്ച് വന്നോ? അത്രയും വന്നിട്ടില്ല. പക്ഷേ മൈ ബോസ് ഭയങ്കര രസമുള്ള സിനിമയിലായിരുന്നു പുള്ളിയുടെ. പക്ഷേ ഇത് പുള്ളിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ത്രില്ലർ എടുക്കുന്ന അത് തന്നെയാണ് പുള്ളിയുടെ പറ്റിയെന്നുള്ള ഇതാണ്. കാരണം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഭയങ്കരമായിട്ട് ലാഗിങ്, നമ്മളങ്ങ് ബോറടിച്ചങ്ങ് ഉറങ്ങും മാതിരിയുള്ള സിനിമ. കോമഡി കണക്ട് ആവുന്നതുകൊണ്ടാണോ? കോമഡി കണക്റ്റ് അല്ല, എന്തോ ഒരു നോർമലി നമ്മൾ മലയാളത്തിൽ പറയാത്ത രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ആ കഥ അങ്ങ് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. സെക്കൻഡ് ഹാഫ് കുറേ കൂടെ എൻഗേജ്ഡ് ആയിട്ട് തമാശകളൊക്കെ കുറേ സിറ്റുവേഷൻ കോമഡി നിറച്ച് വെച്ചിട്ടുള്ള അതാണ് സെക്കൻഡ് ഹാഫ്. പിന്നെ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ സിനിമയുടെ പാതി വഴി നിർത്തിയിട്ടാണ് സിനിമ തീർന്നത്. കൊള്ളാം. ഒരു OTT കണ്ടന്റ് അവരെടുത്ത് പടമാക്കിയതായിരുന്നു. അല്ല കോമഡി ഉണ്ട്. നല്ല കൊള്ളാം. നല്ല പടം. ഒരു ചെറിയ സിനിമയായിട്ട് തോന്നി. ചെറിയൊരു OTT കണ്ടന്റ് അവർ സിനിമയാക്കിയത്. എങ്ങനെയുണ്ട്? ഇല്ല, കോമഡി ഉണ്ട്. അല്ല സിനിമ അങ്ങനെ വലിയ ഇതില്ല. ബേസിൽ ജോസഫിന്റെ മുമ്പത്തെ സിനിമകൾ പോലെ തന്നെ ഒരു ജനപ്രിയ നായകൻ, ആ ഒരു ലെവൽ ഫാമിലി ഇഷ്ടപ്പെടും. അങ്ങനെ ഓക്കെ വന്നു. പക്ഷേ കോമഡി ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് കോമഡി ചിരിക്കാനുണ്ട്? അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കണ്ടിട്ട് കോമഡി ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. മുന്നത്തെ കോമഡി പടമൊക്കെ പ്രതീക്ഷിച്ച് വന്നോണ്ടാണോ? അതെ, മൈ ബോസിന് അത്രയൊന്നുമില്ല. ഇതൊരു കുറച്ച് ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ചിരിക്കാനുണ്ട്. ഒരു തട്ടിക്കൂട്ട് പടം. പിന്നെ ബൈജു ചേട്ടൻ കൊള്ളാം. ബൈജു സന്തോഷ്. ബേസിലിനെ നമ്മൾ മുന്നത്തെ വന്നിട്ടുള്ള ഒരു അതിന്റെ ഒരു മറ്റേ ആ സിനിമയില്ലേ ഗുരുവായൂരമ്പലം നടയില്ല, അതിൻ്റെയൊക്കെ ഒരു അത്രയും കോമഡി ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. എന്തൊക്കെയോ ഇടയ്ക്ക് ചിലവുകൾ കുറച്ചുണ്ട്. അത്രേ ഉള്ളൂ. ജിത്തു ജോസഫിന്റെ നുണക്കുഴി കണ്ടിറങ്ങിയ ഓഡിയൻസിന്റെ റിവ്യൂ ഒക്കെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്ത് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.